ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വനിതാ നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി. കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചു. അക്രമത്തിനിരയായ രാജ്യസഭാ അംഗം സ്വാതി മലിവാളിനെ ഭീഷണിപ്പെടുത്തി പരാതി ഒതുക്കാനാണ് നീക്കമെന്നും ബിജെപി നേതാക്കൾ ആരോപിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ രാജ്യസഭാംഗവും ഡൽഹി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയുമായ സ്വാതി മലിവാളിനെ ആക്രമിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. സ്വാതി മലിവാളിനെ ഭീഷണിപ്പെടുത്തി പരാതി ഒതുക്കാനാണ് ആം ആദ്മി നേതൃത്വം ശ്രമിക്കുന്നതെന്നും കെജ്രിവാളിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾ തിരിച്ചറിയാൻ കൃത്യമായ അന്വേഷണം വേണമെന്നും ബിജെപി നേതാക്കൾ വ്യക്തമാക്കി. ഇക്കാര്യം ഉന്നയിച്ച് ബിജെപി പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ പ്രതിഷേധിച്ചു. जो आज के दौर में राज्यसभा की सांसद हैं, ऐसे गंभीर इल्ज़ाम वो क्यों लगा रही हैं? और विभव के बारे में तो हम सब लोग जानते ही हैं, हमारे जैसे लोग जिन्होंने बहुत सालों से उनके साथ काम किया है, उठे बैठे हैं कि किस तरह का इंसान वो है और किस तरह से वह केजरीवाल जी के आदेश मानता है. लेकिन मुझे लगता है कि देश की जनता को ये जानना चाहिए क्या है असलियत केजरीवाल जी की, क्या है असलियत उनके आसपास जो लोग हैं उनकी, और इसके पीछे क्या असलियत है. മെയ് 12-നാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് പേഴ്സണൽ സ്റ്റാഫ് വൈഭവ് കുമാർ തന്നെ ആക്രമിച്ചുവെന്ന് സ്വാതി മലിവാൾ പോലീസ് കൺട്രോൾ റൂമിൽ പരാതി അറിയിച്ചത്. കെജ്രിവാളിന്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു മർദ്ദനമെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. പരാതി ശരിവെച്ച ആം ആദ്മി മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് MP അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചു. വിഷയത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചാൽ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിലിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ പ്രതിസന്ധിയിലാകും. ജനം, ഡൽഹി.